Hello guys, ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്, ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. 2 സവോള, മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കടുക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല, പിന്നെ തൈര്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ അളവൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട്, അത് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, 2 ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയി. കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം, ഉപ്പും വേണം. ഇതിൻ്റെ അളവും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കടുകിടാം. കടുകൊന്ന് ചൂടാവട്ടെ, ചൂടായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാതെ. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ. ഇന്ന് അടിച്ചു വയ്ക്കാതെ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ ഈ മോര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ തക്കാളി കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി. ഇനി നമുക്കൊന്ന് നോക്കാം ഉപ്പുണ്ടോയെന്ന് അതിലേക്ക്. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഉപ്പില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തക്കാളി കറി റെഡി ആയി കഴിഞ്ഞു. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്